വിദ്യാർത്ഥികളെ നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്പെക്ട്രം ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി ഇഷ്യൂസ് എന്ന പേപ്പറിലെ ആദ്യ മൊഡ്യൂളായ ലിറ്ററേച്ചർ ആൻഡ് മീഡിയയെക്കുറിച്ചാണ്. ഈ മൊഡ്യൂളിൽ 2 പ്രധാന പാഠഭാഗങ്ങളാണുള്ളത്. അമണ്ട മൈക്കലോപൗലോയുടെ ഡിവൈഡഡ് ടൈംസ് ഹൗ ലിറ്ററേച്ചർ ടീച്ചസ് എസ് ടു അണ്ടർസ്റ്റാൻഡ് ദി അതർ എന്ന പ്രസംഗവും സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കോമള എന്ന ചെറുകഥയും. ആമുഖം. സാഹിത്യവും മാധ്യമങ്ങളും. സാഹിത്യമെന്നത് സമൂഹത്തിന്റെ പ്രതിഫലനമാണെന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ മാധ്യമങ്ങൾ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക വീക്ഷണം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാറ്. ഇതിനെതിരെയുള്ള ഒരു വായനയാണ് സാഹിത്യം നമുക്ക് നൽകുന്നത്. ഈ 2 പാഠഭാഗങ്ങളും എങ്ങനെയാണ് സാഹിത്യം സമകാലിക പ്രശ്നങ്ങളോടും മാധ്യമങ്ങളുടെ ഇടപെടലുകളോടും പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ഭാഗം 1. ഡിവൈഡഡ് ടൈംസ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാഹിത്യം എങ്ങനെ സഹായിക്കുന്നു? ഈ ഭാഗം അമണ്ട മൈക്കലോപൗലോ എന്ന ഗ്രീക്ക് എഴുത്തുകാരിയുടെ പ്രസംഗമാണ്. അഭയാർത്ഥികൾ, ലൈംഗിക ന്യൂനപക്ഷങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിവരെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അവർ ഈ പ്രസംഗം നടത്തിയത്. ആധുനിക ഹീറോകൾ. സാഹിത്യത്തിലെ നായകന്മാർ ആധുനികരാണ്, കാരണം അവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ആന്റി ഹീറോകളാണ്. ക്ലാസിക്കുകളുടെ പുനർവായന. അമണ്ട ക്ലാസിക്കൽ കൃതികളായ ഹാംലെറ്റ്, ഒഡീസി, ഡോൺ ക്വിക്സോട്ട്, വർത്തർ എന്നിവയെ വീണ്ടും വായിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ കഥാപാത്രങ്ങളെ ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ഒഡീസിയസ് എന്ന അഭയാർത്ഥി. ഹോമറുടെ ഒഡീസിയിലെ നായകനായ ഒഡീസിയസ് ഇന്ന് അഭയം തേടുന്ന അഭയാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നു. സഹാനുഭൂതിയുടെ ശക്തി. സാഹിത്യം വായനക്കാരിൽ ഭാവനയും സഹാനുഭൂതിയും വളർത്തുന്നു. ഇത് മറ്റുള്ളവർ എന്നത് നമ്മൾ കരുതുന്നതുപോലെ അല്ല എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നു. ഭാഗം 2. കോമള, മാധ്യമങ്ങളുടെ കച്ചവടവൽക്കരണം. ഈ ഭാഗം സന്തോഷ് ഏച്ചിക്കാനം എഴുതിയ ചെറുകഥയെക്കുറിച്ചാണ്. ഈ കഥ ആഗോളവൽക്കരണാനന്തര കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്ന കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിലാണ് എഴുതിയത്. മാധ്യമങ്ങളുടെ സ്വാധീനം. നമ്മുടെ ലോകം മാധ്യമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. അവർ യാഥാർത്ഥ്യങ്ങളെ നാടകീയമാക്കി കച്ചവടവൽക്കരിക്കുന്നു. കുണ്ടൂർ വിശ്വൻ എന്ന കഥാപാത്രം കടം കാരണം ആത്മഹത്യ ചെയ്യുമെന്ന വീട്ടുമുൻപിൽ ഒരു ബോർഡ് വെച്ചതിനെ തുടർന്ന് കുണ്ടൂർ വിശ്വൻ മാധ്യമശ്രദ്ധ നേടുന്നു. ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ജീവിതത്തിന്റെ തിരിച്ചറിവ്. അവസാനം വഴിയിൽ അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് വിശ്വൻ വെള്ളം നൽകുന്നു. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറ്റുന്നു. ജീവിതം മൂല്യവത്താണെന്നും ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താമെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. തുടർന്ന് അദ്ദേഹം വീട്ടിലെത്തി ആത്മഹത്യാ ബോർഡ് വലിച്ചെറിയുന്നു. മാധ്യമങ്ങളുടെ കാപട്യം. ഈ കഥയിലൂടെ സാധാരണക്കാരുടെ ജീവിതത്തെ മാധ്യമങ്ങൾ എങ്ങനെ നാടകീയമാക്കി കച്ചവടവൽക്കരിക്കുന്നു എന്നതിലെ കാപട്യം എഴുത്തുകാരൻ തുറന്നുകാട്ടുന്നു. ഈ 2 പാഠഭാഗങ്ങളും സാഹിത്യം എങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന ഏകപക്ഷീയമായ കാഴ്ചപ്പാടുകൾക്കപ്പുറം ചിന്തിക്കാനും നമ്മെ സഹായിക്കുന്നുവെന്ന് കാണിച്ചു തരുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം.